ലാലേട്ടനും തരുൺമൂർത്തിയും കൂടി ഒരു പടം ചെയ്യാൻ പോവാണ്, മീര ജാസ്മിനൊക്കെ ആയിട്ടുള്ള. ലാലേട്ടൻ ഷേവ് ചെയ്തിട്ട് മീശ മാത്രം വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. പിന്നെ ലാലേട്ടൻ ആ ഒരു താടി എടുത്ത സമയത്ത്, ഒടിയന്റെ സമയത്ത് അദ്ദേഹത്തിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. മുഖം ഫുൾ ബോട്ടോക്സ് ആണ്. ലാലേട്ടൻ ഒരു ഫേസ് ലിഫ്റ്റിംഗ് സർജറി കഴിഞ്ഞ് വന്നതിന്റെ ഒരു എഫക്റ്റ് ആണ്. അത്രയും മുഖം ടൈറ്റായി ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വത്തിലൊക്കെ ലാലേട്ടൻ എന്തൊരു സുന്ദരനാണ്. താടി വെക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖം ആക്ച്വലി കുറച്ചും കൂടി യൂത്ത്ഫുൾ ആണ്. അതാണ് ഡോക്ടർ താടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ പോളി പണ്ടൊരു പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് തട്ടത്തിൻ മരത്തിൽ, കേരളത്തിലെ ആൺപിള്ളേർക്ക് എന്തിനാണ് 6 പാക്ക് എന്ന്. കേരളത്തിലെ ആൺപിള്ളേർക്ക് കുറച്ച് സ്കിൻ കെയർ ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ ആവശ്യമുണ്ട്, ഓൺലി ഫോർ മെൻ. സോ റാദർ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖത്തിന്റെ ഏറ്റവും കൂടുതൽ അലഞ്ഞു നടക്കുന്നതും അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതും ജോലിയുടെ സംബന്ധമായിട്ട് പുറത്തു പോകുന്നതും പുരുഷന്മാരാണ്. ഇവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബേസിക് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സൺസ്ക്രീൻ ആണ്. ഒരു മിനിമം ഒരു നയാസിനമൈഡ് സിറം. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ചായയും സിഗരറ്റും കഴിക്കുന്ന ടീംസ് ഉണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? മെയിൻ ഘടകം എന്ന് പറയുന്നത് മദ്യപാനവും സ്മോക്കിങ്ങുമാണ്. തടി വെക്കാൻ വേണ്ടിയിട്ടാണ് ബിയറടി സ്റ്റാർട്ട് ചെയ്യുന്നത്. നെറ്റിയുടെ 2 ഭാഗത്തും കറുപ്പ് കയറാൻ തുടങ്ങും. ചെറിയ കുട്ടിയാണ് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ന്യൂട്രിയൻ ലെവൽ മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഹെയർ ഫോൾ ശരിയാവും. ശരിക്കും എണ്ണ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എണ്ണ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മോയ്സ്ചറൈസേഷൻ യൂസ് ചെയ്യുക എന്നുള്ളതിന്റെ മറ്റൊരു വശമാണ് എണ്ണ. ഡാൻഡ്രഫ് ഉള്ളപ്പോൾ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഡാൻഡ്രഫിന് വളം വെക്കുന്നത് പോലെയാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം ഈ അന്തരീക്ഷവും ഈ ചൂടുമാണ് പ്രശ്നക്കാരൻ. മറ്റൊരു പ്രധാനപ്പെട്ട ആളുകൾ കൈയടിച്ച ഏറ്റവും കൂടുതൽ ആളുകൾ വാവ് പറഞ്ഞ ഒരു ഫോട്ടോ ഉണ്ട്, വളരെ റീസെൻ്റ് ആയിട്ട് ഇപ്പോഴും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലാലേട്ടനും തരുൺമൂർത്തിയും കൂടി ഒരു പടം ചെയ്യാൻ പോവാണ്, മീര ജാസ്മിനൊക്കെ ആയിട്ടുള്ള. ആ ഒരു പടത്തിൽ അതിൻ്റെ ടീസർ വന്നപ്പോൾ ലാലേട്ടൻ ഷേവ് ചെയ്തിട്ട് മീശ മാത്രം വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പോൾ പണ്ട് കുറച്ചു കാലം മുന്നേ ലാലേട്ടൻ ആ ഒരു താടി എടുത്ത സമയത്ത്, ഒടിയൻ്റെ സമയത്ത് ഒരുപാട് പേര് അദ്ദേഹത്തിനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. മുഖം ഫുൾ ബോട്ടോക്സ് ആണ്, ഇത് നമ്മുടെ ലാലേട്ടനല്ല, നമുക്ക് മറ്റേ നാട്ടുരാജാവിലെ ലാലേട്ടനെ തിരിച്ച് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് അദ്ദേഹം താടി വെച്ചപ്പോൾ, ബിയേർഡ് ഗ്രോ ചെയ്തപ്പോൾ ആളുകൾ പറഞ്ഞു ഇത് ആ വൃത്തികേട് മറക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അദ്ദേഹത്തിനെ ഇഷ്ടമില്ലാത്തവരെന്നല്ല, കളിയാക്കാൻ വേണ്ടി ഒരുപാട് പേര് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അന്നത്തെ നാട്ടുരാജാവിൽ അതേ ലാലേട്ടനെ പോലെയാണ് അദ്ദേഹം ഇപ്പോൾ താടിയൊക്കെ ഷേവ് ചെയ്ത് മീശ മാത്രം വെച്ച് വന്നിട്ടുള്ളത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹം എന്താണ് ചെയ്തത്? ലാലേട്ടന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂര്യ ചോദിച്ചപ്പോഴേ പറഞ്ഞത്, ഒടിയന്റെ സമയത്ത് ലാലേട്ടന് സംഭവിച്ചത് എന്ന് വെച്ചാൽ ലാലേട്ടൻ ഒരു ഫേസ് ലിഫ്റ്റിംഗ് സർജറി കഴിഞ്ഞ് വന്നതിന്റെ ഒരു എഫക്റ്റ് ആണ്. അത്രയും മുഖം ടൈറ്റായി ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഓവർ ദ പീരീഡ് നമ്മൾ ബോഡി ബ്രീത്ത് ചെയ്യും. അതായത് എവിടെയാണോ നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്നത് അവിടെ നിന്നൊരു സൗന്ദര്യം വരാനുണ്ട്. ആ സൗന്ദര്യം ലാലേട്ടൻ ഓവർ ദ പീരീഡ്, അതായത് ഈ കഴിഞ്ഞ സത്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അടുത്ത് കണ്ട എല്ലാ സിനിമകളിലും ലാലേട്ടന്റെ സൗന്ദര്യം വളരെ കൂടുതലാണ്. അത് ഇപ്പം ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വത്തിലൊക്കെ ലാലേട്ടൻ എന്തൊരു സുന്ദരനാണ്. പിന്നെ തുടരും ഒരു രക്ഷയുമില്ലാത്ത സൗന്ദര്യമാണ് ലാലേട്ടനുള്ളത്. അപ്പം അവിടെ നിന്ന് ലാലേട്ടൻ ഈ താടിയുടെ ഒരു മെച്ചം ഞാൻ പറയും. താടിയുടെ ഒരു മെച്ചം എന്താ വെച്ചാൽ താടി വെക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖം ആക്ച്വലി കുറച്ചും കൂടി യൂത്ത്ഫുൾ ആണ്. അതാണ് ഡോക്ടർ താടി വെച്ചിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് മാത്രമല്ല താടി വെച്ചത്, എന്നാലും അങ്ങനെയും പറയാം. എന്നോട് ഞാൻ താടി എടുത്തു കഴിഞ്ഞാൽ വളരെ ബോറാണ്, അതുകൊണ്ട് ഞാൻ നിർബന്ധത്താൽ താടി വെക്കുന്നതാണ്. സോ മോഹൻലാലൊക്കെ താടി വെക്കുമ്പോഴെന്താ വെച്ചാൽ മുഖത്ത് കുറച്ചും കൂടി യൂത്ത്ഫുൾ ലുക്ക് വരും. അത് ആരായാലും താടി വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് കുറച്ചും കൂടി യൂത്ത്ഫുൾ ലുക്കാണ്. അതാണ് ലാലേട്ടൻ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഈ ക്ലീൻ ഷേവ് ചെയ്തപ്പോഴത്തേക്ക് ലാലേട്ടന്റെ മുഖം എന്ന് പറയുന്നത് അന്ന് ചെയ്തതിൻ്റെതൊക്കെ എഫക്റ്റ് ആണ് ഇന്ന് കാണുന്നത്, ആ സൗന്ദര്യം. സോ ഓവർ ദ പീരീഡ് അത് കൂടി വരികയാണ്. പക്ഷേ ലാലേട്ടൻ ഇനിയും ഇതേപോലെ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് ലാലേട്ടന്റെ മുഖം പ്രായമായി തോന്നും. കാരണം ഇതിപ്പോ പെട്ടെന്ന് ലാലേട്ടൻ ഷേവ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫാന്റസി, ആ ഒരു മാറ്റത്തിൻ്റെതാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ അടുത്തൊരു 2-3 സിനിമ ലാലേട്ടൻ ഇതേപോലെ ചെയ്തോ നമ്മൾ പറയും ലാലേട്ടൻ ഭയങ്കരമായി പ്രായം വെച്ചു എന്നുള്ളത്. അപ്പൊ ലാലേട്ടൻ ആക്ച്വലി ലാലേട്ടന്റെ പ്രായത്തിനെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് കീപ്പിംഗ് ഒരു ബിയേർഡ് വെക്കുന്നതാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ലത്. ആണുങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ച് കുറെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാ ആണുങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തിലെ ആണുങ്ങൾക്ക്, നിവിൻ പോളി പണ്ടൊരു പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് തട്ടത്തിൻ മരത്തിൽ, കേരളത്തിലെ ആൺപിള്ളേർക്ക് എന്തിനാണ് 6 പാക്ക് എന്ന്. പക്ഷെ കേരളത്തിലെ ആൺപിള്ളേർക്ക് കുറച്ച് സ്കിൻ കെയർ ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ആവശ്യമുണ്ട്. കേരളത്തിലെ ആൺപിള്ളേർക്ക് എങ്ങനെ സ്കിൻ കെയർ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരു സിമ്പിളായിട്ടുള്ള
ഒരു റുട്ടീൻ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഏതൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യണം ഫോർ മെൻ, ഓൺലി ഫോർ മെൻ? ആ പിള്ളേരുടെ കാര്യം ഞാൻ പറയാം. ആദ്യം വേണ്ടത് ഫേസ് വാഷ് ഉപയോഗിക്കണം. ഓക്കെ നിർബന്ധമായിട്ട് ഫേസ് വാഷ് ഉപയോഗിക്കണം. സോപ്പ് ഉപയോഗിക്കുന്നത് പറ്റുന്നത്ര ഒഴിവാക്കാം. ഓക്കെ എന്തുകൊണ്ടാണ് ഈ സോപ്പ് ഉപയോഗിക്കരുതെന്ന് വെച്ചാൽ സോപ്പ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് സ്കിൻ ഡ്രൈ ആവും. സോ റാദർ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖത്തിന്റെ ഈർപ്പം നിലനിന്ന് കിട്ടും എന്നുള്ളതാണ്. സോ ബേസിക്കലി വേണ്ടത് ഒരു മിനിമം ഒരു ഫേസ് വാഷ് ആണ്. വൺ. സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അലഞ്ഞു നടക്കുന്നതും അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതും ഒരു ജോലിയുടെ സംബന്ധമായിട്ട് പുറത്തു പോകുന്നതും പുരുഷന്മാരാണ്. സോ അല്ലെങ്കിൽ ആൺപിള്ളേരാണ്. ഇവർക്ക് വേണ്ടത് എന്ന് വെച്ചാൽ ബേസിക് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സൺസ്ക്രീൻ ആണ്. മോയിസ്ചറൈസർ വേണമെന്നും ഞാൻ നിർബന്ധം പറയുന്നില്ല. കാരണം ചിലവരുടെ സ്കിൻ വളരെയധികം ഓയിലായിരിക്കും. പ്രത്യേകിച്ച് പിന്നെ കേരളമാണ്. കേരളത്തിൽ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പം വേർക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഓയിൽ സെക്രീഷൻ വരാനുള്ള കൂടുതലാണ്. അപ്പം മോയിസ്ചറൈസർ നിർബന്ധം പറയുന്നില്ല. പക്ഷെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഒരു മോയിസ്ചറൈസർ ഇടാം, അതിന്റെ വെളിയിലോട്ട് സൺസ്ക്രീൻ ഇടാം. അല്ല നോർമൽ സ്കിൻ ആണ് എന്നുള്ളതാണെങ്കിൽ വെറും ഒരു സൺസ്ക്രീൻ, അത് ഏതും ആയിക്കോട്ടെ. മിനിമം ഒരു SPF 50 അല്ലെ 40-50 റേഞ്ചിൽ ഒരു SPF ഉള്ള, അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യണം. 2. മൂന്നാമത് രാത്രി കാലങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് വീണ്ടും ഒന്ന് ഫേസ് വാഷ് ഒക്കെ ചെയ്ത് നീറ്റായിട്ട് വെക്കുക. എന്നിട്ട് ഒരു മിനിമം ഒരു നയാസിനമൈഡ് സിറം, അതായത് മുഖത്തിന് പിഗ്മെന്റേഷൻ പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒരു നയാസിനമൈഡ് സിറം. ഓക്കെ. ഇനി മുഖത്ത് കുരുവാണ്, പിമ്പിൾസ് ഉണ്ട്, ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഉള്ള കൂട്ടത്തിലാണ് എന്നുള്ളതാണെങ്കിൽ ഒരു സാലിസിലിക് സിറം. ഓക്കെ. ഇനി പോട്ടെ, നമ്മളുടെ മുഖം ഒന്ന് ഭംഗിയാവണം, അതായത് കുറച്ചും കൂടി നന്നാവണം, പിഗ്മെന്റേഷൻ ഒക്കെ നന്നാവണം, കോജിക് ആസിഡ് സിറം അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് സിറം. ഇതൊക്കെ നമ്മുടെ മുഖത്തിന് പിഗ്മെന്റേഷൻ മാറാനുള്ള ഒരു സിറമാണ്. ഇത് യൂസ് ചെയ്യുക. ഇനി പോട്ടെ, പ്രായം ഒന്ന് കുറയ്ക്കണം എന്നുള്ളതാണെങ്കിൽ ഒരു റെറ്റിനോൾ ബേസ്ഡ് സിറം. ഇതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സിറംസ്. ഈ ഒരു 5 സിറംസ് ആണ്. ഇതൊക്കെ യൂസ് ചെയ്യുക. ഇതിന്റെ വെളിയിലോട്ട് എന്ത് ചെയ്യണം, 5 മിനിറ്റിന് ശേഷം എന്ത് ചെയ്യുക, ഒരു മോയിസ്ചറൈസർ ഇട്ടിട്ട് കിടക്കുക. എന്തിനാ ഈ മോയിസ്ചറൈസർ ഇടുന്നത്? മുഖത്തുള്ള ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം വെള്ളം കുടിക്കണം. കള്ളല്ല, വെള്ളം. ഓക്കെ, നോർമൽ വെള്ളം. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്കിൻ കെയർ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മാറ്റം ഏത് ആൺകുട്ടിക്കും പുരുഷനും ഉണ്ടാവും. അപ്പം ബേസിക് റിക്വയർമെന്റ് ഇതാണ്. നമ്മളെല്ലാവരും പറയും ലൈഫ് സ്റ്റൈലാണ് ഒരു മനുഷ്യനെ സുന്ദരനാക്കുന്നതും സുന്ദരിയാക്കുന്നതും. ഇപ്പോഴത്തെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ ആളുകൾ ഭയങ്കരമായിട്ടുള്ള പുകവലി കൂടുതലാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മദ്യപാനം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആളുകൾക്ക് അറിയാം ഇത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര മോശാവസ്ഥയിൽ എത്തിക്കുന്നു, നമുക്ക് അതിനെ കൊണ്ട് നമ്മുടെ ശരീരം പെട്ടെന്ന് ചുളുങ്ങും അല്ലെ വയസ്സാവും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സിഗരറ്റ് സ്മോക്കിംഗ് ഒന്നാമത് ഇപ്പോൾ ഒരു സ്ട്രെസ്സ് വന്നാൽ ഇപ്പോൾ സിനിമയിലായാലും കാണിക്കുന്ന ഒരു സിഗരറ്റ് എടുത്ത് വലിക്കുന്ന 2 ഫ്രണ്ട്സ് ചായ കുടിക്കുന്ന, രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ചായയും സിഗരറ്റും കഴിക്കുന്ന ടീംസ് ഉണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ഒരു പുരുഷന്റെ സൗന്ദര്യം കളയുന്ന ഏറ്റവും 2 മെയിൻ ഘടകം എന്ന് പറയുന്നത് മദ്യപാനവും സ്മോക്കിങ്ങും ആണ്. ഓക്കെ. ഈ മദ്യപാനം നമ്മൾ ഇനീഷ്യലി നമ്മൾ മദ്യപിക്കുമ്പോഴത്തേക്ക് ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി വളരെയധികം ഡീഹൈഡ്രേറ്റഡ് ആവുന്നു എന്നുള്ളതാണ്. സോ ഒരു ആൽക്കഹോളിക് ഫേസ് എന്ന് പറയുന്ന ഒരു മുഖമായി മാറുന്നു. നമ്മൾക്ക് ഇനീഷ്യലി നമ്മൾക്ക് പെട്ടെന്ന് നല്ല ചുവന്നൊക്കെ നല്ല സുന്ദരനൊക്കെ ആയിട്ടുണ്ടാവാം, തടിവണ്ണം വെക്കും. ചിലവർ ആൺപിള്ളേർ ഏറ്റവും കൂടുതൽ ഇനീഷ്യലി തടി വെക്കാൻ വേണ്ടിയിട്ടാണ് ബിയറടി സ്റ്റാർട്ട് ചെയ്യുന്നത്. തടി വെക്കും, നല്ലോണം ബിരിയാണി അടിക്കാം, ബിയർ അടിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പിന്നെ അവരുടെ മുഖം മാറും. ഈ മുഖം മാറുക എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾക്കൊരു ഒരു ടബേൺ ആയിട്ടുള്ള ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ നമ്മുടെ മുഖത്ത് വരും. മുഖത്തൊരു വണ്ണം കയറാൻ തുടങ്ങും. 1. കണ്ണിന്റെ കീഴ്ഭാഗത്ത് ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ വരാൻ തുടങ്ങും. അമിതമായ മദ്യപാനത്തിലോട്ട് കയറുമ്പോഴത്തേക്ക് ഈ നെറ്റിയുടെ 2 ഭാഗത്തും കറുപ്പ് കയറാൻ തുടങ്ങും. സ്കിന്നിന്റെ ടെക്സ്ചർ വളരെയധികം ഡ്രൈ ആവാൻ തുടങ്ങും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. ഈ സ്മോക്കിംഗ് ചെയ്താലോ ഇത് തന്നെയാണ് വരാൻ പോകുന്നത്. അതായത് ഭയങ്കര സ്കേലി ആവും, ഡ്രൈനെസ് വരും, നെറ്റിയുടെ 2 ഭാഗത്തും കറുപ്പ് കയറാൻ തുടങ്ങും, നമ്മളുടെ മൊത്തത്തിലുള്ള നമ്മുടെ സൗന്ദര്യവും മാറും, നമ്മളുടെ കോൺഫിഡൻസ് ഒക്കെ പോകും. സോ ഞാനിത് എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനെ പൂർണ്ണമായി ഒഴിവാക്കണം എന്നല്ല, പക്ഷെ ഒരു ലിമിറ്റ് വേണം എന്നുള്ളതാണ്. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് സൗന്ദര്യം വേണോ, നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ വേണം. പിന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് പോയി കാശ് കൊടുത്തിട്ട് 10 രൂപ തരാം ഒരു സൗന്ദര്യം തരുമെന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനമല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാം. അല്ല, എല്ലാവരും വിചാരതാണ് കാശ് കൊടുത്തിട്ട് നമുക്ക് എന്നാ പിന്നെ ഇതൊക്കെ പോയിട്ട് വരും ഡോക്ടറെ അടുത്ത് പോയിട്ട് ഈ ചികിത്സകളൊക്കെ ചെയ്താൽ സൗന്ദര്യം കിട്ടുമോ? ഇല്ല. സൗന്ദര്യം കിട്ടിയാലും അത് നിലനിന്ന് പോകണമെങ്കിൽ വളരെയധികം ഡിസിപ്ലിൻഡ് ആയിരിക്കണം, നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഇത് രണ്ടും ഇല്ലാതെ ഒരു പുല്ലും കിട്ടില്ല. സൗന്ദര്യമുള്ള പൊളിറ്റീഷ്യന്മാർ ഒരുപാടുണ്ടല്ലോ, ഇവരൊക്കെ ഈ പ്ലാസ്റ്റിക് സർജറി, ഫേസ് സർജറീസ് ഒക്കെ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ആരും ചെയ്യാതില്ല. കാരണം ഞാൻ ഒരുപാട് പൊളിറ്റീഷ്യൻസ്മാരെ ടി വിയിലൊക്കെ കാണുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഇവരൊന്നും എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഞാനൊരു സർജറി ചെയ്ത് ഇവരെ നന്നാക്കിയേനെ. അതായത് ചില ലീഡേഴ്സിനൊക്കെ കാണുമ്പോഴത്തേക്ക് അവരുടെ മുഖത്തിൽ പ്രായത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനെ മുന്നിലിരുത്തി കഴിഞ്ഞാൽ
അവർ കുട്ടപ്പനാണ്, കുറച്ചുകൂടി കുട്ടപ്പനാക്കാൻ പറ്റും എൻ്റെ കരവിരുത് കൊണ്ട് എന്ന് വിചാരിക്കുന്ന 2 പൊളിറ്റീഷ്യൻസ് ആരൊക്കെയാണ്? എനിക്ക് ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത്, ഒന്നും വിചാരിക്കരുത്, എനിക്ക് ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് കണ്ണിന്റെ ബ്ലെഫറോപ്ലാസ്റ്റി സർജറി ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കീഴ്ഭാഗത്ത് ഭയങ്കരമായിട്ട് ഐ ബാഗ്സ് വന്നിട്ട് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് 1 മണിക്കൂർ നേരം വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണ് ഞാൻ വളരെ ഭംഗിയായിട്ട് വളരെ ചെറുപ്പമുള്ള ഒരു കണ്ണാക്കി മാറ്റി കൊടുത്തേനെ എന്നുള്ളത് എനിക്ക് ഭയങ്കര ആയിട്ട് ചെയ്ത് കൊടുക്കും. ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ചെയ്തു കൊടുക്കാം. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണൊന്ന്. രണ്ടാമത്തെ ഇതേപോലെ എനിക്ക് വേറൊരു വ്യക്തിയുണ്ട്, ശ്രീകണ്ഠൻ നായർ. നിങ്ങളുടെ മീഡിയ ഫീൽഡിലുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ശ്രീകണ്ഠൻ നായർ, അദ്ദേഹം വളരെ ചുറുചുറുപ്പാണ്, ഒരു എനർജിയുടെ ഒരു ഡൈനാമൈറ്റ് ആണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണും വളരെയധികം പ്രായം ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണും ഞാൻ ഒരു തവണ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം കണ്ടിട്ടില്ല തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു, ഇങ്ങനെ പറഞ്ഞു, സർ നിങ്ങൾ ഒന്ന് വാ, നിങ്ങളുടെ കണ്ണിനെ ഞാൻ നല്ല ഭംഗിയാക്കി തരാം. കാരണം അദ്ദേഹത്തിന്റെ കണ്ണ് ശരിക്കും ഏജ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇത് ബ്ലെഫറോപ്ലാസ്റ്റി ഏജ്ഡ് ആണ് നല്ല, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മാനറിസം, അദ്ദേഹത്തിന്റെ സൗന്ദര്യം, അദ്ദേഹത്തിന്റെ ഒരു എനർജി, ഇതൊക്കെ അത്യാവശ്യം നല്ലതാണ്. സോ അദ്ദേഹത്തിന് ആ ഒരു കണ്ണ് ശരിയായിരുന്നെങ്കിൽ ഇതിന്റെ 10 മടങ്ങ് സൗന്ദര്യം വന്നേനെ എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും സാധാരണക്കാരാണ് കൂടുതലും ഇപ്പോൾ സർജറീസ് ഓപ്റ്റ് ചെയ്യുന്നത്. മീഡിയ ഫീൽഡിലുള്ളവർ അധികം ഓപ്റ്റ് ചെയ്യുന്നില്ല. നമ്മളുടെ ന്യൂസ് റീഡേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ, സൂര്യ ശ്രദ്ധിക്കുവാണെങ്കിൽ, ഒരുപാട് ന്യൂസ് ലീഡേഴ്സിന്റെ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഐ ബാഗ് ഉണ്ട്, ഒരുപാട് പേർക്ക് കണ്ണ് ചുളിവുണ്ട്, വളരെയധികം റിങ്കിൾസ് ഉണ്ട്. ഇവരൊക്കെ ഒരു എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ ഇവരൊക്കെ അടുത്തൊരു 10 കൊല്ലത്തേക്ക് ചെറുപ്പമായിട്ട് തുടരും. അതാണ് ബ്ലെഫറോപ്ലാസ്റ്റി. അതാ ഞാൻ പറഞ്ഞത്, ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ ഒരു സർജറി. മുടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മയും അമ്മമ്മയും ഒക്കെ പറയും, നല്ല മുടിയുള്ള പെൺപിള്ളേർക്ക് ചിലപ്പോൾ ഒന്ന് മുടി കൊഴിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പറയും, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി കണ്ണുകൊണ്ടിട്ടാണ് നിൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞെന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ ഇപ്പം നാട്ടിൽ നിന്ന് നമ്മൾ ഷവർ വീട്ടിൽ ഫിറ്റ് ചെയ്തെന്ന് വിചാരിക്കും, അപ്പോൾ ഷവർ കുളിച്ചിട്ടാണ് നിൻ്റെ മുടി കൊഴിയുന്നതെന്ന് പറഞ്ഞ സമയമുണ്ടായിരുന്നു. വെളിച്ചെണ്ണ തേക്കാത്തതുകൊണ്ടാണ് നിൻ്റെ മുടി കൊഴിയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ മുടി കൊഴിച്ചലിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? മുടി കൊഴിച്ചലിന് ഇപ്പം പെൺകുട്ടികളായാലും പുരുഷനായാലും എല്ലാം ഏകദേശം ഒരേ കാരണങ്ങളായിരിക്കും. ഇത് പല റീസൺസുകളുണ്ട്. ഒന്ന് മേജർ വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ന്യൂട്രിയൻ ലെവൽസിന്റെ ഒരു ഏറ്റക്കുറച്ചിലാണ്. ന്യൂട്രിയൻ ലെവൽ എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണ രീതി, നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻസിന്റെ വോള്യം, നമ്മളുടെ വൈറ്റമിൻസിന്റെ ലെവൽ, അതുപോലെ നമ്മളുടെ അയേൺ കണ്ടന്റ്, ഇതൊക്കെ ഒരു ഡിസൈഡിങ് ഫാക്ടറാണ്. സോ നമ്മൾ വളരെയധികം ഡയറ്റ് ചെയ്യുന്നതെന്ന് കൂട്ടിക്കും. അപ്പോൾ ചിലവർ ഭയങ്കരമായിട്ട് ക്രഷ് ഡയറ്റ് ചെയ്യും. അതായത് ഒരു ഡിസിപ്ലിൻ അല്ല, ഒരു കറക്റ്റ് ഒരു ന്യൂട്രീഷ്യൻസിന്റെ സഹായത്തോടെ അല്ലാതെ ഡയറ്റ് ചെയ്യുന്നവരുണ്ട്. ഇവർക്കൊക്കെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അവസാനം ഭയങ്കരമായ മുടി കൊഴിച്ചിലായിരിക്കും. സോ നിങ്ങളുടെ ന്യൂട്രിയൻ ബാലൻസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഹെയർ ഫോളിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലം മാറുകയാണ് എന്നുള്ളത്. നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്തിൽ നിന്ന് വേറൊരു സ്ഥലത്ത് പോകുന്നു, അവിടുത്തെ വെള്ളം ഹാർഡ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ആ കാരണമായിട്ട് മുടി പോകുന്നവരുണ്ട്. അപ്പോൾ ഇപ്പോഴെന്താ കൂടുതൽ പേരും ചെയ്യുന്നത് വെച്ചാൽ ഹെയർ വാഷ് ചെയ്യുന്നതിൻ്റെ നമ്പേഴ്സ് കുറയ്ക്കുകയാണ് എന്നുള്ളതാണ്. ചിലവർ 2 തവണ ഒരാഴ്ചയിൽ ചെയ്യുന്നുള്ളൂ, 3 തവണ. സോ അത് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പം മൂന്നാമതൊരു ഘടകം എന്ന് പറയുന്നത് സ്ട്രെസ്. ഏറ്റവും കൂടുതൽ ഹെയർ ഫോളിനെ ട്രിഗർ ചെയ്യുന്ന ഒരു സാധനം സ്ട്രെസ്സാണ്. സോ സ്ട്രെസ്സിനെ നമ്മൾ തന്നെ മെനക്കെട്ടാൽ മാത്രമേ നമുക്കിത് ഒഴിവാക്കാനാവുള്ളൂ. കാരണം സ്ട്രെസ്സിന് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് എനിക്ക് സ്ട്രെസ് കുറച്ച് തന്നാൽ എൻ്റെ മുടി മാറ്റം മറ്റു ഡോക്ടർക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ സ്ട്രെസ്സിനെ ലെവൽ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ തന്നെ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഒരു കാര്യമാണ്. നാലാമത് താരൻ, ഡാൻഡ്രഫിന്റെ ഭാഗമായിട്ടും ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. സോ ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യണം. ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഡാൻഡ്രഫിന്റെ മെഡിക്കേറ്റഡ് ഷാംപൂസ്, അതുപോലെ ഡാൻഡ്രഫിന്റെ ടാബ്ലറ്റ്സ് ഉണ്ട്, നല്ല രീതിയിൽ മോയ്സ്ചറൈസേഷൻ, അതായത് എണ്ണ. ഈ അമ്മമ്മമാർ പറഞ്ഞിരിക്കുന്ന എണ്ണ എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ കാതലായ കണ്ടന്റ് എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ ആണ്. നമ്മളുടെ മുടിയുടെ ചുറ്റും ഹൈഡ്രേഷൻ വരുമ്പോഴത്തേക്ക് നല്ല താരൻ ഉണ്ടാവുന്നില്ല, മുടി എന്നും നല്ല നർച്ചേർഡ് ആണ്. ഈ എണ്ണയിൽ വരുന്ന കോക്കനട്ട് ഓയിൽ, അതുപോലെ ചെമ്പരത്തി, ഒരുപാട് ഘടകങ്ങളുണ്ട്. അവരൊരു എണ്ണ കാച്ചുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങളും കൊണ്ടാണ്. അപ്പൊ ആ ഘടകങ്ങളുടെ എല്ലാം ഒരു ഗുണമാണ് നമ്മുടെ ഹെയറിന് വളർച്ച വരുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അത് അത്രത്തോളം എഫക്റ്റീവ് അല്ല. ചില എണ്ണകളൊക്കെ വളരെ എഫക്റ്റീവ് ആയിരിക്കും, പക്ഷെ എനിക്ക് അത്രത്തോളം അതിനെക്കുറിച്ചുള്ള നോളജ് ഇല്ല. സോ ഇതൊക്കെ ഒരു ഡിസൈഡിങ് ഫാക്ടറാണ്. സോ ഒരു ചെറിയ കുട്ടിയാണ് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അവരുടെ നിർബന്ധമായി
കൃത്യമായിട്ട് ന്യൂട്രിയൻ ലെവൽ മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഹെയർ ഫോൾ ശരിയാവും. ഓക്കെ. ഒരു പ്രായം കഴിഞ്ഞവരാണെങ്കിൽ നിർബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം. ട്രീറ്റ്മെന്റ് എടുത്താലേ മുടി കുറച്ച് സ്റ്റോപ്പ് ആവുള്ളൂ. ഞാൻ ചോദിക്കുന്നേ, അപ്പൊ ശരിക്കും പണ്ട് നമ്മുടെ അമ്മയും അമ്മൂമ്മയും ഒക്കെ നമുക്ക് താളിയൊക്കെ തേച്ച് തരും, എണ്ണ കാച്ചിയ എണ്ണയൊക്കെ തേച്ച് തരും. അപ്പൊ ആ സമയത്ത് നമ്മൾ ശരിക്കും വിചാരിക്കുന്ന എണ്ണ ഇട്ടിട്ടാണ് മുടിയൊക്കെ വളർന്നത്. എൻ്റെ അമ്മ ഇപ്പോഴും പറയും, നിന്റെ മുടിയൊക്കെ വളർന്നത് ഞാൻ കഷ്ടപ്പെട്ട് എണ്ണ തേച്ച് തന്നിട്ടാണ്. ഇപ്പം ഞാൻ എണ്ണയൊന്നും ഉപയോഗിക്കാറില്ല, എൻ്റെ മുടി നല്ലപോലെ കൊഴിയാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എണ്ണ തേക്കാത്തതുകൊണ്ടാണോ എന്ന് വിചാരിച്ച് ഞാൻ എണ്ണ ഇടയ്ക്ക് ട്രൈ ചെയ്യും. പക്ഷേ മിക്ക ഡോക്ടർമാരുടെ വീഡിയോസ് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അവർ പറയും, എണ്ണ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അമേരിക്കയിലുള്ള ആളുകൾ എണ്ണ യൂസ് ചെയ്യുന്നില്ലല്ലോ, യൂറോപ്പിലുള്ള ആളുകൾ എണ്ണ യൂസ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് അവരുടെ മുടി വളരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ശരിക്കും എണ്ണ യൂസ് ചെയ്യുന്നത് നല്ലതാണോ? എണ്ണ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിലെ മോയ്സ്ചറൈസേഷൻ, അതായത് ഈർപ്പം നിലനിർത്താൻ നമ്മുടെ സ്കാൽപ്പിന് ഒരു ഈർപ്പം വേണം. ഇപ്പം നമ്മൾ പറയുന്നില്ല, ഇപ്പോൾ ഈ പറയുന്ന എല്ലാ ഡോക്ടേഴ്സും പറയും എല്ലാ ദിവസവും മോയ്സ്ചറൈസർ ഉപയോഗിക്കണം, എല്ലാ ദിവസവും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം എന്ന് പറയുന്നില്ല. ഈ മോയ്സ്ചറൈസേഷൻ യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ മറ്റൊരു വശമാണ് എണ്ണ. നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയാണ്, ഏത് എണ്ണ ആയിക്കോട്ടെ, ഒന്ന്. രണ്ടാമത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഈ പറയുന്ന കണ്ടൻസ് നമ്മളുടെ മുടിയിലോട്ട് കയറുന്നതിൻ്റെ ഒരു റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് ലോക്കലി നമ്മൾ അവിടെ തന്നെ നമ്മൾ എണ്ണ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവും. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മെയിൻറ്റെയിൻഡ് ആയിട്ട് പോകുന്നുണ്ട്. അതൊരു പ്രൂവൻ ഫാക്ട് തന്നെയാണ്. ഒരുപാട് പേർക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് എണ്ണ തന്നെയാണ്. അപ്പം നമ്മൾക്ക് ഈ നമ്മളുടെ അമ്മമാരും പറഞ്ഞതൊന്നും തെറ്റല്ല, അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്. പക്ഷേ നമ്മൾ വളരെയധികം ഡീപ്പായി ചോദിച്ചാൽ അതിലൊക്കെ ഫാക്ട്സ് ഉണ്ട്, അതിലൊക്കെ വാസ്തവങ്ങളുണ്ട്, സത്യങ്ങളുണ്ട് അതിലൊക്കെ. നീ ആയുർവേദത്തിൽ നോക്കിക്കോ, ആയുർവേദത്തിൽ എന്ത് അസുഖത്തിൻ്റെ ചികിത്സ തുടങ്ങുന്നത് ഗട്ടാണ്. വയറിന്റെ ചൂട് കുറയ്ക്കണം. ഇപ്പൊ ഇതൊക്കെ പോയിട്ട് ഇപ്പൊ ലോകം മൊത്തം പോകുന്ന എന്താണ്? ഗട്ട് ഹെൽത്തിലോട്ടാണ്. അല്ല, ഗട്ട് ഹെൽത്തിലോട്ടാണ് ഇപ്പൊ പോകുന്നത്. ദ വേൾഡ് ഈസ് റിവോൾവിംഗ് അറൌണ്ട് ഗട്ട് ഹെൽത്ത്. ഇത് പണ്ടേ ആയുർവേദം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏത്, ഒരു 1000 വർഷം മുമ്പ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഗട്ട് ഹെൽത്ത് ആണ് എല്ലാം എന്നുള്ളത്. സോ ഇത് ഒന്നും തെറ്റല്ല. പക്ഷേ ഇപ്പം പണ്ടത്തെ പോലെ എല്ലാവർക്കും എണ്ണ പറ്റുന്നില്ല എല്ലാവർക്കും. പിന്നെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടി, നമ്മളുടെ നാട്ടിലെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടി, പൊടി ഭയങ്കരമായിട്ട് കൂടി. അപ്പോഴെന്താ വെച്ചാൽ ഈ എണ്ണ തേക്കുമ്പോഴെന്താ വെച്ചാൽ നമ്മുടെ പൊടി വന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ വന്നിട്ട് ഡാൻഡ്രഫിൻ്റെ ചാൻസസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. സ്കാൽപ്പ് ക്ലിയർ ആവുന്നില്ല, അപ്പോൾ കൂടുതലായിട്ട് ഹെയർ ഫോൾ വരുന്നുണ്ട്. സോ എണ്ണ ഈ രീതികളിലാണ് ഇപ്പം മോശം. ഈ പറയുന്ന നമ്മുടെ അന്തരീക്ഷവും നമ്മളുടെ കാലാവസ്ഥയൊക്കെ മാറിയപ്പം എണ്ണ നമ്മൾക്ക് അനുകൂലമല്ലാത്തതായി മാറി എന്നുള്ളതാണ്. ചില ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഡാൻഡ്രഫ് ഉള്ളപ്പോൾ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഡാൻഡ്രഫിന് വളം വെക്കുന്നത് പോലെയാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഡാൻഡ്രഫ് ഉള്ളപ്പോൾ എണ്ണ തേക്കുന്നത് തെറ്റാണോ ശരിയാണോ? അങ്ങനെയല്ല. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രൈമറി ഡാൻഡ്രഫിനെ മാറ്റുക എന്ന് പറയുന്നത് ഈ ഡാൻഡ്രഫിനെ മാറ്റുന്ന എന്താണ് ഈ ഷാംപൂസ്, ലോഷൻസ്, ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. അത് മാറ്റണം. അതായത് ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്ന സാധനം എന്താണ്? ഡ്രൈ സ്കാൽപ്പാണ്, അതായത് ഡ്രൈനെസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഈ മെഡിക്കേറ്റഡ് ഷാംപൂസ് ആൻഡ് മെഡിക്കേറ്റഡ് ലോഷൻസ്, മെഡിസിൻസ് യൂസ് ചെയ്ത് ഡാൻഡ്രഫിനെ ക്ലിയർ ചെയ്യാം. സെക്കൻഡറി നമ്മൾ എല്ലാവരും പറയുന്നുണ്ട്, ഡോക്ടേഴ്സ് ആയാലും പറയുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് ആഴ്ചയിൽ വേണമെങ്കിൽ 1-2 തവണ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ എണ്ണ ഉപയോഗിച്ചിട്ട് മോയ്സ്ചറൈസേഷൻ ചെയ്യാന്നുള്ളത്. അതായത് ഒരു ഈർപ്പം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരം നല്ല രീതിയിൽ എണ്ണ ഇട്ടിട്ട് ഹൈഡ്രേറ്റ് ചെയ്തതിന് ശേഷം അതിനെ വാഷ് ചെയ്ത് കളയുന്നത് വളരെ നല്ലതാണ്. എന്നോട് ചോദിക്കണം, ഞാൻ ഒരിക്കലും എണ്ണ ഇട്ടിട്ട് ഫുൾ ടൈം നടക്കണം എന്ന് ഞാൻ പറയില്ല. എണ്ണ ഇട്ടിട്ട് 1 മണിക്കൂറൊക്കെ മസാജ് ചെയ്തൊക്കെ വെച്ച് നല്ല രീതിയിൽ ഈർപ്പം വെച്ചതിന് ശേഷം നിങ്ങൾ ഷാമ്പു ചെയ്ത് കളയണം തന്നെ ഞാനും ആവശ്യപ്പെടാറ്. കാരണം ഈ അന്തരീക്ഷവും ഈ ചൂടുമാണ് പ്രശ്നക്കാരൻ, എണ്ണയല്ല പ്രശ്നക്കാരൻ. ഇത് നമ്മൾക്ക് എന്ത് ചെയ്യും, ഈ എണ്ണയിലോട്ട് എന്ത് ചെയ്യും, ഈ പൊടി പടലങ്ങളൊക്കെ വന്ന് നിന്ന് സ്കാൽപ്പ് മഹാവൃത്തിയിടാം. അപ്പോൾ കൂടുതൽ ഡാൻഡ്രഫ് വരാനുള്ള സാധ്യതകളുണ്ട്. അന്തരീക്ഷമാണ് പ്രശ്നം, കാലഘട്ടം മാറിയതാണ് പ്രശ്നം.